നമ്മെ ദർശിക്കാൻ വന്ന കാര്യം പറയൂ. കുമാരി, ഞാൻ അസുരശ്രേഷ്ഠനായ രംഭന്റെ പുത്രനും അതുല്യ പരാക്രമിയുമായ മഹിഷന്റെ ദൂതനാണ്. വിന്ധ്യാപർവ്വത ശിഖരത്തിലേക്കുള്ള വഴി മഹിഷാസുരൻ അറിയാത്തതുകൊണ്ടോ ശിഖരം കയറാൻ വയ്യാത്തതുകൊണ്ടോ? എന്താണ് ആ ത്രിലോകത്തെ വെട്ടിപ്പിടിച്ച മഹാമഹിഷാസുര രാജാവിന് നേരിട്ട് വരാൻ കഴിയാഞ്ഞത്? അന്വേഷണം കഴിഞ്ഞിട്ട് മതിയല്ലോ ആവശ്യമുന്നയിക്കുക എന്നതായിരിക്കും മഹിഷാസുരരാജന്റെ നീതി. രീതികളൊക്കെ നല്ലത് തന്നെ. പക്ഷേ സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ രീതികളൊക്കെ മാറും, ഇല്ലേ? ഈ ദുന്ദുഭി വെറുമൊരു ദൂതൻ മാത്രമാണ്. എങ്കിൽ എന്താണ് മഹിഷാസുരന്റെ ദൂതെന്ന് ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങി നമ്മുടെ മുമ്പിൽ നിന്ന് അറിയിക്കാം. തിരുമുമ്പിൽ വരാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് കാത്തുനിന്നത്. മഹാരാജാവായാലും ദേവേന്ദ്രനായാലും ഗന്ധർവനായാലും പരിചാരകനായാലും നമ്മുടെ മുന്നിൽ വരുന്നവർക്കൊക്കെ ഒരേ സ്വീകരണമാണ്. വരണം. ഇനി പറയണം, എന്താണ് ദൂത്? ഇവിടെ അറിയിക്കാനായി മഹിഷാസുരരാജൻ ഇപ്രകാരം പറയാൻ പറഞ്ഞു. ദേവി, മഹിഷാസുരൻ അവധിയെ അറിയിക്കുകയാണ്. ഞാൻ ദേവന്മാരെ എല്ലാം പരാജയപ്പെടുത്തി. അവർ ശക്തി ക്ഷയിച്ച് ഭൂമിയിൽ അലയുകയാണ്. സ്വർഗം, ഭൂമി, പാതാളം, വായുമാർഗം, മറ്റു മഹീഷന്മാരെല്ലാം എന്റെ അധീനതയിലാണ്. ഇന്ദ്രനും രുദ്രനും സൂര്യനുമൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ്. എല്ലാ ലോകത്തിന്റെയും അധിപതി ഞാനാണ്. മുപ്പാരിലുള്ള വസ്തുക്കൾ എന്നിൽ വന്നു ചേരുന്നു. ഭവതി ഉത്തമ സ്ത്രീരത്നമാണ്, കന്യകയുമാണ്. അങ്ങനെയുള്ള നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ ദൂതനെ അയക്കുന്നത്. അതുകൊണ്ട് ജഗ്മതിയായ എന്നെ വരിക്കും. വിഭവും പ്രഭുവുമായ ഞാൻ തന്നെയാണ് എന്തുകൊണ്ടും നിനക്ക് യോജിച്ച ഭർത്താവ്. വല്ലാത്ത മോഹം, അധികാരവും പ്രഭുത്വവും ഉണ്ടെന്നുള്ള അഹങ്കാരത്തിന്റെ മധുരം പുരട്ടിയ ക്രൂരതയുടെ വാക്കുകൾ. ഇത് ധിക്കാരമാണ്. ഇതൊന്നും അടിയൻ പറഞ്ഞതല്ല, മഹിഷാസുരൻ പറയാൻ പറഞ്ഞയച്ചത്. അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ദൂതന്റെ ശിരസ് പർവ്വത ശിഖരത്തിൽ നിന്നും താഴ്വരയിലേക്ക് ഉരുണ്ടു പോകുമായിരുന്നു. അടിയനോട് പൊറുക്കണം. ദൂതനെ ശിക്ഷിക്കുന്ന നീതിശാസ്ത്രം എവിടെയുമില്ല, പാടില്ല. ദൂതൻ മഹിഷാസുരനെ അറിയിക്കാൻ ഞാൻ പറയുന്നത് ധരിച്ചു വെക്കുക. കൽപ്പന പോലെ. മഹിഷാസുരന്റെ ഒരു വിവാഹാലോചന കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ് സ്ത്രീകൾക്ക്. എന്നാലും ഞങ്ങളുടെ കുലത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് ശുൽക്കം എന്ന പ്രസിദ്ധമായ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അതെനിക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ മഹിഷാസുരനെ പതിയായി സ്വീകരിക്കുമെന്ന് രാജാവിനെ അറിയിക്കും. ദേവി, ശുൽക്കം എന്താണെന്ന് പറയണം. ഭവതിക്ക് വേണ്ടി ശിരസ് പോലും നൽകാൻ അദ്ദേഹം തയ്യാറാണ്. തന്നെയുമല്ല, ഏത് ശുൽക്കമാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്തത്? യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരെ മാത്രമേ പെൺകുട്ടികൾ ഭർത്താവായി വരിക്കൂ എന്നാണ് പൂർവികന്മാർ ഞങ്ങളുടെ കുലത്തിന് നിശ്ചയിച്ചു വെച്ച ശുൽക്കവിധി. ദുന്ദുബിയുടെ മഹാമഹിഷാസുര രാജാവിനോട് ഞാൻ അറിയിച്ചതായി ചെന്ന് പറയൂ. ദുന്ദുബിക്ക് പോകാം. പെൺകുട്ടികൾ ഭർത്താവായി വരിക്കൂ എന്നാണ് പൂർവികർ ഞങ്ങളുടെ കുലത്തിൽ നിശ്ചയിച്ചു വെച്ച ശുൽക്കവിധി. അവരുടെ ഒരു ശുൽക്കവിധി. ആ ശുൽക്കവിധി മഹിഷാസുരന് ദർഭപ്പുല്ലാണ്, ഒരു ദേവിയല്ല.
1000 ദേവിമാരുടെ ശുൽക്കവിധി ഇന്ത്യാപർവ്വത ശിഖരത്തിലെ മഞ്ഞുകട്ടകൾ പോലെ മഹിഷാസുരൻ അടിച്ച് പൊട്ടിച്ച് തകർത്ത് വിജയിച്ചിരിക്കും. കുന്തുബി, മഹാരാജാവേ, അവരുടെ ശുൽക്കവിധി നടപ്പാക്കി നാം വിജയിച്ചാൽ ആ നിമിഷത്തിൽ അങ്ങേ പതിയായി സ്വീകരിക്കുമെന്ന് അഹങ്കാരത്തോടെയാണ് പറഞ്ഞത്. ശിശുര, ഇനിയും ഒട്ടും നേരം നഷ്ടപ്പെടുത്തേണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ സൈന്യം ഇന്ത്യാപർവ്വത നിരയിലേക്ക് പുറപ്പെടട്ടെ. ആദ്യം സുശക്തമായ ചതുരംഗ സേനയുടെ ഒരു അംശവുമായി സേനാപതിയായി ശിശുരൻ നമറിനോട് പുറപ്പെടാൻ പറയും. ചതുരംഗപ്പടയെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ശിശുരനും മുതർക്കനും അസുര സൈന്യത്തിന്റെ കുതിരപ്പടയുമായി ആ അഹങ്കാരിയെ നേരിടോ. പിന്നാലെ നാം രഥത്തിലെത്തും. യുദ്ധത്തിൽ അവളെ കൊല്ലുകയല്ല നമ്മുടെ ലക്ഷ്യം, സ്വന്തമാക്കുകയാണ്. അങ്ങനെ ആ കുലത്തിന്റെ ശുൽക്കവിധി അതോടെ അവസാനിപ്പിക്കണം. നമ്മൾ ജയിച്ചിട്ടും അവൾ വാക്കുമാറിയാൽ മതം പൊട്ടിയ ആനയുടെ രൂപം കൊണ്ട മഹിഷാസുരൻ അവിടെ നമ്മുടെ ശുൽക്കവിധി കാണിച്ചു കൊടുക്കും. ശിശുര, യുദ്ധകാകളം മുഴക്കാൻ നമറിനോട് കൽപ്പിക്കുമോ? കൽപ്പന പോലെ. നമരൻ പുറപ്പെട്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ സൈന്യം വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിൽ തമ്പടിച്ച് ഒരുങ്ങി നിൽക്കണം മഹാരാജൻ. ചതുരംഗ സേന നീങ്ങുന്നതിന്റെ പിന്നാലെ പുറപ്പെടാൻ സൈന്യത്തിന് കൽപ്പന കൊടുക്കുക. चक्रं गृह्य सुदर्शनम् प्राच्यां रक्षस्व मां विष्णो त्वामहं शरणं गदा गदां कौमोदगीं गृह्य पद्मनाभामि दद्युते यां यां रक्षस्व मां विष्णो त्वामहं शरणं गदा पद्मनाभाय सगदं नमस्ते पुरुषोत्तम प्रदिच्छां रक्ष मां विष्णु त्वामहं शरणं गदा मुसलं शादगं विह्य पुण्डरीकाक्ष रक्ष